ഒരു വിശ്വാസിയെ വേറിട്ടതാക്കുന്നത് അവൻ പറയുന്ന വാക്കുകൾ മാത്രമല്ല, അവൻ ജീവിക്കുന്ന ജീവിത രീതിയും കൂടിയാണ്. മറ്റുള്ളവർ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ അതേ പരീക്ഷണങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. മുമ്പ് മറ്റുള്ളവരെ ബലപ്പെടുത്തി നിൽക്കുന്ന അതേ വ്യക്തി തന്നെ സ്വന്തം ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ തളരുന്നുവെങ്കിൽ അവൻ്റെ വാക്കുകൾക്ക് ശക്തി കുറയും. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ ഒരു വലിയ മാതൃക കാണിച്ചു തരുന്നത്. ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ദാവീദ് തൻ്റെ പ്രശ്നങ്ങളെക്കാൾ ദൈവത്തെ വലുതായി കണ്ടു. അതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിലും അവൻ്റെ വായിൽ നിന്ന് പരാതിക്ക് പകരം സ്തുതിയാണ് ഉയർന്നത്. ഇവിടെ ഒരു പ്രധാന ആത്മീയ സത്യം നമുക്ക് പഠിക്കാം. നാം കടന്നു പോകുന്ന സാഹചര്യമല്ല, ദൈവത്തിൽ ഉറച്ച വിശ്വാസമാണ് ഏത് സാഹചര്യത്തിലും നമ്മുടെ പ്രതികരണം നിർണ്ണയിക്കേണ്ടത്. അടുത്തതായി പറയുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഒരു വിശ്വാസി കഷ്ടതയുടെ നടുവിലും സമാധാനത്തോടെയും പ്രത്യാശയോടെയും നിൽക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ധൈര്യം നൽകുന്നു. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും എങ്ങനെ ഇവർ തളരാതെ നിൽക്കുന്നു എന്ന് അവർ ചിന്തിക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറുന്നത്. വാക്കുകളല്ല, ജീവിതമാണ് യഥാർത്ഥ സാക്ഷ്യം. അതുകൊണ്ട് വിശ്വാസം പറയുന്നവർ അതിനെ ജീവിതത്തിലൂടെ തെളിയിക്കണം. വിശ്വാസം അധരങ്ങളിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടിയുമാണ് കാണിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം കാണിക്കുന്ന ഒരു സാക്ഷ്യമായി മാറട്ടെ. പ്രതിസന്ധികൾ വന്നാലും നിരാശയിൽ വഴങ്ങാതെ, ഭയത്തിന് കീഴടങ്ങാതെ ദാവീദിനെ പോലെ നമുക്കും പ്രഖ്യാപിക്കാം, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. കാരണം ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശയും വിശ്വാസവും നൽകുന്ന ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ്.